ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവും, അതിനുള്ളിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ട് ബ്രാക്കറ്റിനുള്ളിൽ പാരാമീറ്റേഴ്സ് കൊടുക്കുന്ന എവിടെയാണ് അതിനെയാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുക. ഫംഗ്ഷൻ കോളിംഗിൽ വെച്ച് പ്രോഗ്രാം അവിടെ വെച്ച് നിർത്തിയിട്ട് ഈ ഫംഗ്ഷനുള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഈ ഫംഗ്ഷൻ നെയിം ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നതിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഈ റിട്ടേൺ എന്നുള്ളത് ഓപ്ഷനിലാണ്. റിട്ടേൺ കൊടുക്കുകയും ചെയ്യാം, കൊടുക്കാതെ ഇരിക്കാം. അപ്പോൾ റിട്ടേൺ ഉള്ള ഒരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഒരു നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തരുന്ന ഒരു ഫംഗ്ഷനാണ്. ഒരു നമ്പർ കൊടുക്കുന്നു, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡുലസ്. അത് ഇപ്പം പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് അതുപോലെ തന്നെ നമുക്ക് തരും. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് മാറ്റിയിട്ടുള്ള നമ്പർ നമുക്ക് തരും. അപ്പൊ അതിനുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡെഫിനിഷൻ കൊടുത്തു, ഫംഗ്ഷൻ ഒരു പേര് കൊടുത്തു, അബ്സല്യൂട്ട് വാല്യൂ എന്നൊരു പേര് കൊടുത്തു, ബ്രാക്കറ്റിൽ എന്നും ഒരു നമ്പർ നമ്മൾ കൊടുത്തു. ഒരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു പാരാമീറ്റർ ഇതാണ്, എന്താ എന്നും എന്നുള്ളതാണ് ഇവിടുത്തെ പാരാമീറ്റർ. എന്നിട്ട് നമ്മളൊരു ഡോക് സ്ട്രിങ് കൊടുത്തു. ഡോക് സ്ട്രിങ് എന്ന് വെച്ചാൽ ഒരു കമന്റ് ആണ്. അത് ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ എൻറ്റേർഡ് നമ്പർ. നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളൊരു നമ്പർ ഇവിടെ കൊടുത്തു. നമ്പർ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ നമ്പർ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് എടുത്തിട്ട് അത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ ചെയ്യും. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇവിടെ വരെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി നമ്മളൊരു ഇവിടെ സാധാ പ്രോഗ്രാമാണിത്. ഇവിടെ എക്സ് ഈക്വൽ ടു ഫ്ലോട്ട് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ നമ്മൾ കൊടുത്തു. ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് കാണിക്കുക. അപ്പം നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തു, അത് എക്സിലേക്ക് സ്റ്റോർ ആയി. ഇനി ഇതാണ് ഫംഗ്ഷൻ കോളിംഗ് എന്നുള്ളത്. ഈ പേര്, ഫംഗ്ഷന്റെ പേര് നമ്മൾ അവിടെ എഴുതി, അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള പേര് എഴുതി. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്തെങ്കിൽ മാത്രമേ ഈ എന്നും ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നെയിം എഴുതുന്നു. എൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ഏത് നമ്പറാണ് ഒരു നമ്പർ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ എക്സ് ആണ്, എക്സ് എന്ന് കൊടുത്തു. എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഫംഗ്ഷൻ നെയിം കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം അവിടെ വെച്ച് നിർത്തിയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിടത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തു, ഇവിടുന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരും. ഇവിടേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ഈ എക്സ് എന്നുള്ള വാല്യൂ ഈ NUM എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. അതാണ് ആദ്യം ചെയ്യുക. നമ്മൾ ഫംഗ്ഷൻ കോളിങ്ങിൽ ഉപയോഗിച്ച വേരിയബിൾസിലെ വാല്യൂ ഈ ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സിലേക്ക് സ്റ്റോർ ആവും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് എക്സിൽ ഏത് വാല്യൂ ആണോ സ്റ്റോർ ആയിരിക്കുന്നത് അത് ഇവിടുത്തെ ഫംഗ്ഷൻ പാരാമീറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്ന NUMലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ NUM ആണ് ഫംഗ്ഷനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. NUM ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണോ നോക്കും. ആണെങ്കിൽ ആ നമ്പർ റിട്ടേൺ ചെയ്യും. ഈ റിട്ടേൺ ചെയ്യുന്ന നമ്പർ എന്താണ് സംഭവിക്കുന്നത്? ഈ റിട്ടേൺ ചെയ്യുന്ന നമ്പർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ടു എന്ന് കൊടുത്തിരിക്കുന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. എന്താണോ ഫംഗ്ഷൻ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് അത് ഏത് വേരിയബിൾ ഈക്വൽ ടു എന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത് അവിടേക്ക് സ്റ്റോർ ആവും, ആ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ കോളിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിളിലുള്ള വാല്യൂ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ പാരാമീറ്ററിലേക്ക് ട്രാൻസ്ഫർ ആവും. എന്നിട്ട് ആ പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും ഫംഗ്ഷനുള്ളിൽ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് പുറത്തേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് റിട്ടേൺ NUM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പുതിയ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. എന്നിട്ട് നമുക്കത് പ്രിന്റ് ചെയ്യാം. ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എൻ്റർ നമ്പർ എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ -10 എന്ന് കൊടുക്കുന്നു. എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്? -10 എന്ന് എക്സിലേക്ക് സ്റ്റോർ ആവും. ആ എക്സ് വെച്ച് നമ്മൾ കോൾ ചെയ്യുന്നു. ഈ എക്സിലെ -10 എന്ന വാല്യൂ NUM എന്ന
പാരാമീറ്ററിലേക്ക് സ്റ്റോർ ആവുന്നു. എന്നിട്ട് -10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കും. അല്ല. അപ്പോൾ എൽസ് കണ്ടീഷനിലേക്ക് പോകും. റിട്ടേൺ -10 എന്താ 10 ആണ്. അപ്പോൾ 10 എന്നുള്ള വാല്യൂ ഈ ABS x എന്നുള്ള ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. എന്നിട്ട് പ്രിന്റ് ABS x, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x എന്നാണ് ഉദ്ദേശിച്ച വേരിയബിൾ നെയിം ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. ABS x-ന്റെ വാല്യൂ ഇപ്പോൾ 10 ആണ്. 10 പ്രിന്റ് ആവും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത്. 10 പ്രിന്റ് ആയി. ഇതാണ് റിട്ടേൺ ഓപ്ഷനിലാണ് റിട്ടേൺ ഉള്ള ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ. റിട്ടേൺ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ നോക്കാം. ഇതിൽ റിട്ടേൺ ഇല്ല. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, df ഗ്രീറ്റ് എന്നാണ് ഫംഗ്ഷന്റെ പേര്. ഒരു പാരാമീറ്ററിന്റെ പേര് നെയിം എന്നാണ്, കോളൻ, എന്നിട്ട് നമ്മൾ ഡോഗ് സ്ട്രിംഗ് കൊടുത്തു. This function greets to the person passed in as a parameter. അപ്പോൾ നമുക്കിവിടെ ഒരാളുടെ പേര് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫംഗ്ഷനിലുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവും. പ്രിന്റ് ഹലോ എന്നുള്ളത് പ്രിന്റ് ആവും, പ്ലസ് നെയിം. ഇവിടെ എന്ത് നെയിം ആണോ ഇതിനുള്ളിലേക്ക് വരുന്ന ആ നെയിം ഇവിടെ ആവും, പ്ലസ് ഗുഡ് മോർണിംഗ് എന്നാവും. ഇത്രയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത് ഗ്രീറ്റ് പോൾ. ഇതാണ് ഫംഗ്ഷൻ കോളിംഗ്. ഗ്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ നെയിം ആണ്. ആ നെയിം നമ്മൾ ആ നെയിമിന് ഒരു വാല്യൂ കൊടുത്തു, അതാണ് പോൾ എന്നുള്ള വാല്യൂ കൊടുത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഇവിടെ നിന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഇടത്തേക്ക് പോകും. ഈ പോൾ എന്ന് കൊടുത്തിരിക്കുന്ന പാരാമീറ്റർ നെയിം എന്നുള്ള പോൾ എന്ന് കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ നെയിം എന്നുള്ള പാരാമീറ്ററിലേക്ക് സ്റ്റോർ ആവും. ആ നെയിം ഇവിടെ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടേക്ക് വരും. നെയിം ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോൾ എന്നുള്ള ഒരു സ്ട്രിങ് വരും. എന്ത് പ്രിന്റ് ആവും? ഹലോ എന്ന് പ്രിന്റ് ആവും. പിന്നെ സെയിം ലൈനിൽ തന്നെ പോൾ, സെയിം ലൈനിൽ തന്നെ ഗുഡ് മോർണിംഗ്. ഹലോ പോൾ ഗുഡ് മോർണിംഗ് എന്ന് പ്രിന്റ് ആവും. അതിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണിത്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹലോ പോൾ ഗുഡ് മോർണിംഗ് എന്ന് പ്രിന്റ് ആയി. പക്ഷെ ഇതിലൊരു റിട്ടേൺ ഇല്ല. റിട്ടേൺ ഇവിടത്തെ പോലെ റിട്ടേൺ ഇല്ല. റിട്ടേൺ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ഇതാണ് രണ്ട് എക്സാമ്പിൾ. ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളും ഉപയോഗിക്കാത്ത ഒരു എക്സാമ്പിളും. ഇത് ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. റിട്ടേൺ ഇല്ലെങ്കിലും നമുക്ക് ഇതിങ്ങനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം. അതായത് ഗ്രീറ്റ് പോൾ എന്നുള്ളൊരു ഇത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇപ്പോൾ റിട്ടേൺ ഇല്ല, ഇതിൽ നിന്ന് ഒന്നും റിട്ടേൺ ആവുന്നില്ല. അപ്പോൾ റിട്ടേൺ ആവുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വേരിയബിൾ ഈക്വൽ ടു ഫംഗ്ഷൻ നെയിം ഒരു പോൾ എന്ന് എഴുതാം. പക്ഷെ അത് പ്രിന്റ് ആവുന്നത് എന്തായിരിക്കും? അതിൽ നിന്ന് ഒരു റിട്ടേണും വരുന്നില്ല. റിട്ടേൺ വരാത്തപ്പോൾ ഈ പുതിയ വേരിയബിളിലേക്ക് ഒന്നും സ്റ്റോർ ആവില്ല. ഒന്നും സ്റ്റോർ ആവാത്തപ്പോൾ പ്രിന്റ് ആവുന്നത് ഇങ്ങനെ ആയിരിക്കും, എക്സ് ഈക്വൽ ടു നൺ. നൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. ആ വേരിയബിൾ വെറുതെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. അതിൽ ഒരു വാല്യൂ സ്റ്റോർ ആയിട്ടില്ല, ഒരു ഇൻറ്റിജർ സ്റ്റോർ ആയിട്ടില്ല, സ്ട്രിങ് സ്റ്റോർ ആയിട്ടില്ല, ഫ്ലോട്ട്, ബൂളിയൻ ഒന്നും സ്റ്റോർ ആവാത്ത കേസിലാണ് ഒരു വേരിയബിളിൽ നൺ എന്ന് സ്റ്റോർ ആവുക. വെറുതെ എക്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിലേക്കൊന്നും സ്റ്റോർ ആയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെ റിട്ടേൺ ആയിട്ടൊന്നും വരുന്നില്ല. ഈ ഫംഗ്ഷനിൽ നിന്ന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ എക്സ് ഈക്വൽ ടു ഗ്രീറ്റ് പോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എക്സിൽ ഒന്നും സ്റ്റോർ ആവില്ല. പക്ഷെ ഇവിടെ ഗ്രീറ്റ് പോൾ ഉപയോഗിച്ച് ഗ്രീറ്റ് പോൾ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് പോകും. അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഈ പ്രിന്റ് അതുപോലെ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഹലോ പോൾ ഗുഡ് മോർണിംഗ് എന്ന് പ്രിന്റ് ആവും. പക്ഷെ ഇതിൽ നിന്ന് ഒരു റിട്ടേണും കിട്ടാത്തത് കൊണ്ട് അത് എക്സിലേക്ക് സ്റ്റോർ ആവില്ല. അപ്പോൾ പ്രിന്റ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ നൺ എന്നായിരിക്കും പ്രിന്റ് ആവുക. അതിലൊന്നും സ്റ്റോർ ആയിട്ടില്ല.
പിന്നെ നമ്മളിവിടെ എറർ വരാനുള്ള സാധ്യതയാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് നമ്മളിവിടെ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പാരാമീറ്റർ ഈ നെയിം എന്നുള്ളത് ഇവിടെ കൊടുക്കാതെയാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും കൊടുക്കാതെ കോൾ ചെയ്യുന്നെങ്കിൽ എറർ കാണിക്കും. ഗ്രീറ്റ് മിസ്സിംഗ് വൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെന്റ്. ഇതിനെ പാരാമീറ്റർ എന്നോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്നോ പറയും. ഈ ഡെഫിനേഷനുള്ളിൽ ഫംഗ്ഷൻ നെയിമിനുള്ളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എറർ എഴുതി കാണിക്കുന്നുണ്ട്. ഗ്രീറ്റ് മിസ്സിംഗ് വൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെന്റ്. നെയിം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഇവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു എറർ വരും. ഇതിപ്പോൾ ഒരു പാരാമീറ്ററിന്റെ കേസാണ് പറഞ്ഞത്. നമുക്ക് ഒന്നിൽ കൂടുതൽ എത്ര പാരാമീറ്റേഴ്സ് വേണമെങ്കിലും അവിടെ കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്രയും പാരാമീറ്റേഴ്സ് തന്നെ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും കൊടുത്തിരിക്കണം. ഇവിടെ എക്സ് വൈ എന്നാണെങ്കിൽ ഇവിടെ 2 എണ്ണം കൊടുത്തിരിക്കണം. ഇതേ പേര് തന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും 2 വാല്യൂസ് ഇവിടെയും കൊടുത്തിരിക്കണം. 2 വാല്യൂസ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ കൊടുത്താലോ എറർ കാണിക്കും. ഈ ഡോഗ് സ്ട്രിങ് എന്താണെന്നുള്ളതാണ്. ഡോഗ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാനോ അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാത്ത വേറൊരാൾ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാനോ വേണ്ടിയാണ് ഡോഗ് സ്ട്രിങ് ഉപയോഗിക്കുന്നത്. അത് ഓപ്ഷണലാണ്. അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അത് എഴുതുന്നതാണ് ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. അത് ഇപ്പോഴേ എഴുതുന്നതാണ് നല്ലത്. അതായത് നമ്മൾ വലിയ വലിയ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോഴാണ് അത് ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് പ്രിന്റ് ഗ്രീറ്റ് ഫംഗ്ഷൻ നെയിം എന്താണോ ഡോട്ട് അണ്ടർസ്കോർ DOC അണ്ടർസ്കോർ എന്ന് എഴുതി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ? അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഗ്രീറ്റ്സ് ടു ദ പേഴ്സൺ പാസ്ഡ് ഇൻ ആസ് എ പാരാമീറ്റർ. നമ്മൾ ഇവിടെ എന്ത് കൊടുത്തോ ഡോഗ് സ്ട്രിങ് ആയിട്ട് എന്ത് കൊടുത്തോ അത് പ്രിന്റ് ആവും. പ്രിന്റ് ഏത് ഫംഗ്ഷനാണ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ മറന്നുപോയെങ്കിൽ ആ ഫംഗ്ഷന്റെ നെയിം ഇവിടെ കൊടുക്കുക. ഡോട്ട് അണ്ടർസ്കോർ DOC അണ്ടർസ്കോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോഗ് സ്ട്രിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന ആ കാര്യം ഇവിടെ പ്രിന്റ് ആവും. അപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മറന്നുപോയെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ആ ഡോഗ് സ്ട്രിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അത് പ്രിന്റ് ആവും. ഇതും ഓപ്ഷനിലാണ്. ഡോഗ് സ്ട്രിങ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ കൊടുക്കുന്നതാണ് നമുക്ക് വലിയ വലിയ പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ നല്ലത്. ഇവിടെ വരെ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പല തവണ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കേണ്ടിടത്ത് ഫംഗ്ഷനെ കോൾ ചെയ്യും. അങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുക. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിലൊരു പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സിന്റെ എണ്ണവും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ എറർ വരും. ഈ ഡോഗ് സ്ട്രിങ് എന്നുള്ളത് ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി വെക്കുന്ന ഒരു കമന്റ് ആണ്. അതുപോലെ റിട്ടേൺ ഓപ്ഷനിലാണ്. റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഈക്വൽ ടു ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യുമ്പോൾ ആ റിട്ടേൺ കൊടുക്കുന്ന വാല്യൂ ആ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. റിട്ടേൺ കൊടുത്തിട്ടില്ലെങ്കിൽ നൺ എന്നായിരിക്കും അത് സ്റ്റോർ ആവുക. അതായത് ഒന്നുമില്ല, എക്സിൽ വാല്യൂ ഒന്നുമില്ല എന്നായിരിക്കും സ്റ്റോർ ആവുക. ഇതെങ്ങനെ ഇതിന്റെ ഫ്ലോ ചാർട്ട് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി സ്കോപ്പ് ഓഫ് എ വേരിയബിൾ. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ ഈ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിച്ച ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ NUM എന്നുള്ളൊരു വേരിയബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ X ആണ് ഉപയോഗിച്ചത്. അപ്പോൾ X എന്ന വേരിയബിളിലെ വാല്യൂ NUM എന്നുള്ള വേരിയബിളിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ NUM എന്നുള്ള വേരിയബിൾ ഈ ഫംഗ്ഷനുള്ളിൽ മാത്രമേ ഉള്ളൂ. ഫംഗ്ഷന് പുറത്ത് ഞാനിവിടെ പ്രിന്റ് NUM എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? എറർ. നെയിം NUM ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ എഫിനുള്ളിലാണ് NUM ഡിഫൈൻ ചെയ്തത്. ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷനുള്ളിലാണ് NUM ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിന് പുറത്ത് NUM ഇല്ല. ഫംഗ്ഷനുള്ളിൽ മാത്രമേ
ഇത് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രിന്റ് enum എന്ന് കൊടുത്തപ്പോൾ എറർ കാണിച്ചത്. അതിനെയാണ് സ്കോപ്പ് ഓഫ് എ വേരിയബിൾ എന്ന് പറയുന്നത്. സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിള് ഒരു പ്രോഗ്രാമിന്റെ എത്ര പോർഷനിൽ വാലിഡ് ആയിട്ടുണ്ടാവും. ഒരു പ്രോഗ്രാമിന്റെ എത്ര പോർഷന് ഒരു വേരിയബിള് നമ്മൾ ഉപയോഗിക്കാൻ വാലിഡ് ആണ്, അതിന് പുറത്ത് അത് വാലിഡ് അല്ല, അതിനെയാണ് സ്കോപ്പ് എന്ന് പറയുക. അപ്പോൾ enum എന്നുള്ള ആ വേരിയബിൾ ഫംഗ്ഷനുള്ളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ, അതിന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഫംഗ്ഷനുള്ളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അതിനെയാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അത് ലോക്കലാണ്, അത് നമുക്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫംഗ്ഷന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത അത്തരം വേരിയബിളിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുക. ഫംഗ്ഷനുള്ളിലും പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വേരിയബിളിനെ നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടെ, നമുക്ക് ഫംഗ്ഷനുള്ളിൽ ഉപയോഗിക്കുന്ന എക്സും ഇപ്പോൾ ഒരേ പേരാകാം. ഫംഗ്ഷന് പുറത്തൊരു എക്സ് ഉണ്ടാകാം, ഫംഗ്ഷൻ അകത്തും ഒരു എക്സ് ഉണ്ടാകാം, പക്ഷെ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫംഗ്ഷൻ അകത്തുള്ള എക്സിന്റെ വാല്യൂ ആയിരിക്കില്ല ഫംഗ്ഷന് പുറത്തുള്ള എക്സിന്റെ വാല്യൂ. അതായത് ഫംഗ്ഷനുള്ളിൽ ആ വേരിയബിൾ ഒരു ഫംഗ്ഷൻ ഒരു തവണ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വേരിയബിളിന്റെ വാല്യൂ എല്ലാം അത് ഡിലീറ്റ് ചെയ്ത് കളയും. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫംഗ്ഷനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗ്ഷനുള്ളിലുള്ള വാല്യൂ അത് പുറത്തേക്ക് വരില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ്, അടുത്ത തവണ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് വാല്യൂ സ്റ്റോർ ആവും. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, മൈ ഫംഗ്ഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇതിലേക്ക് ഒന്നും പാരാമീറ്റേഴ്സ് ഇല്ല, 0 പാരാമീറ്റേഴ്സ് ആണ്. എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു, പ്രിന്റ് വാല്യൂ ഇൻസൈഡ് ഫംഗ്ഷൻ എക്സ് എന്ന് കൊടുത്തു. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷന് പുറത്ത് എക്സ് ഈക്വൽ ടു 20 എന്നും കൊടുത്തു. ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. എന്നിട്ട് അവിടെ എക്സ് ഈക്വൽ ടു 10 എന്ന് ഇനിഷ്യലൈസ് ആയിട്ടുണ്ട്, എന്നിട്ട് ആ വാല്യൂ പ്രിന്റ് ആവും. എന്നിട്ട് ഫംഗ്ഷന് പുറത്ത് പ്രിന്റ് വാല്യൂ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് റൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരേ വേരിയബിൾ നെയിം ആണെങ്കിൽ പോലും എക്സ് എന്നുള്ളത് ഫംഗ്ഷനുള്ളിൽ ഒരു എക്സ് ഉണ്ട്, ഫംഗ്ഷന് പുറത്തും ഒരു എക്സ് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും രണ്ട് വേരിയബിൾ ആണ്, അതിൽ രണ്ട് ഡിഫറെന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫംഗ്ഷനുള്ളിലുള്ളത് പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫംഗ്ഷനുള്ളിൽ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഫംഗ്ഷന് പുറത്തുള്ള എക്സിനെ ചേഞ്ച് ആക്കില്ല. അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു 20 ആണ് ആദ്യം ഡിഫൈൻ ചെയ്തത്, എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ അതിനുള്ളിൽ എക്സ് ഈക്വൽ ടു 10 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇവിടെ എക്സ് ഈക്വൽ ടു 10 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫംഗ്ഷന് പുറത്തുള്ള ഈ എക്സിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് റൺ ചെയ്യുമ്പോൾ വാല്യൂ ഇൻസൈഡ് ഫംഗ്ഷൻ 10 എന്നും വാല്യൂ ഔട്ട്സൈഡ് ഫംഗ്ഷൻ 20 എന്നും കിട്ടുക. ഇപ്പോൾ സെയിം നെയിം ആണെങ്കിൽ പോലും ഫംഗ്ഷനുള്ളിലുള്ള വേരിയബിൾസിന്റെ വാല്യൂ ഫംഗ്ഷന് പുറത്തുള്ള വേരിയബിൾസിന്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യില്ല. അതിനെ നമ്മൾ ഈ പൈത്തൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ലാംഗ്വേജ് പറയുന്നതാണ് വേരിയബിൾസ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ആസ് എ ലോക്കൽ സ്കോപ്പ്. അതിന്റെ സ്കോപ്പ് ലോക്കലാണ്. ലോക്കൽ ആയതുകൊണ്ട് അത് അതിന് പുറത്തുള്ളതിനെ എഫക്റ്റ് ചെയ്യില്ല. എഫക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഗ്ലോബൽ സ്കോപ്പ് വേണം. എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയും. ഇനി ഇതിൻ്റെ അകത്ത് പൈത്തണിൽ കുറച്ച് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഫംഗ്ഷൻ ഓൾറെഡി പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം, നമുക്ക് അതിനെ കോൾ ചെയ്താൽ മാത്രം മതി. ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രം മതി, ഡിഫൈൻ നമ്മൾ ചെയ്യണ്ട. അങ്ങനത്തെ കുറെ ഫംഗ്ഷൻസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, ABS ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ബൈനറി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല ഒരു ഇൻറ്റീജർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി നമ്പർ കിട്ടുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അത് BIN എന്ത് കൊടുത്താലോ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം 0B എന്ന് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് 3ന്റെ ബൈനറി നമ്പർ, അതായത് 111. ഇവിടെ ഇപ്പോൾ ഞാൻ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി നമ്പർ പ്രിന്റ് ആവും. അതിൻ്റെ ബൈനറി നമ്പർ 1111 എന്നാണ് 15ന്റെ. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്, ഇൻറ്റ് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുത്താലോ അതിനെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യും. ഇവിടെ 7.5 ആണ്, അത് റൺ ചെയ്യുമ്പോൾ എന്താ 7.5നെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്ത് 7ലേക്ക് മാറ്റും. അതുപോലെ തന്നെ റേഞ്ച് 8,17 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8 മുതൽ 16 വരെയുള്ള ഒരു നമ്പേഴ്സിന്റെ സീക്വൻസ് സ്റ്റോർ ആവും. അത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വരുള്ളൂ, പക്ഷെ അത്
സ്റ്റോർ ആയിട്ടുണ്ട്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഇങ്ങനെ പ്രിന്റ് എക്സ് ഈക്വൽ ടു റേഞ്ച് ഓഫ് 8,17 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിലേക്ക് 8, 9 അങ്ങനെ 16 വരെ സ്റ്റോർ ആവും. എക്സ് ഓഫ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8, 9, 10 എന്നുള്ള വാല്യൂ പ്രിന്റ് ആവും. ഇതെല്ലാം നമ്മൾ പൈത്തണിൽ ഉപയോഗിക്കുന്ന ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ബിൽറ്റ് ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പൈത്തണിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്യേണ്ട, ഓൾറെഡി ഡെഫിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കോൾ ചെയ്താൽ മാത്രം മതി. അങ്ങനെയുള്ളതിനാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുക. അല്ലാത്ത ഫംഗ്ഷനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇത് ഓൾറെഡി പൈത്തണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പൈത്തൺ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയും. ഇത്രയും മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ കാര്യം സ്കോപ്പ് എന്താണെന്നാണ് പറയുന്നത്. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനുള്ളിലെ വേരിയബിൾസിന് ലോക്കൽ സ്കോപ്പാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫംഗ്ഷനുള്ളിലുള്ള വേരിയബിൾസിന്റെ വാല്യൂ ഫംഗ്ഷന് പുറത്തുള്ള വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യില്ല. അതിനെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ലാംഗ്വേജ് പറയുന്നതാണ് ഫംഗ്ഷൻ വേരിയബിൾസ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ഹാസ് ലോക്കൽ സ്കോപ്പ്. ഫംഗ്ഷനുള്ളിലെ വേരിയബിൾസിന് ലോക്കൽ സ്കോപ്പേ ഉള്ളൂ. അതിന് പുറത്ത് ഫംഗ്ഷന് പുറത്ത് ആ വേരിയബിൾസിന് സ്കോപ്പ് ഇല്ല. അതാണ് ഒരു കാര്യം. പിന്നെ കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട് പൈത്തണിൽ. അതിൻ്റെ നമ്മൾ കുറേ ഫങ്ഷൻസ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ടൈപ്പ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്, ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഇൻപുട്ട് ഒരു ഫംഗ്ഷനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻപുട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. പ്രിന്റ് ഒരു ഫംഗ്ഷനാണ്. ഇതെല്ലാം പൈത്തണിലെ ഫങ്ഷൻസ് ആണ്. അങ്ങനെ കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട് പൈത്തണിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് റിക്കേഴ്സീവ് ഫങ്ഷൻ എന്താണെന്നുള്ളത്. റിക്കേഴ്സീവ് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല, സ്റ്റേറ്റ്മെന്റ്സിനുള്ളിൽ ഇതിപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഇവിടെ ആണെങ്കിൽ ഒരു ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാം. ഇവിടെ ഞാനാണെങ്കിൽ എക്സ് ഈക്വൽ ടു ABS ഓഫ് 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 10 കണ്ടുപിടിച്ചാൽ അത് എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. അതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷന് പകരം നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഞാനിവിടെ എക്സ് ഈക്വൽ ടു ഗ്രീറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തില്ലേ, അത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷനുള്ളിൽ നമുക്ക് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനുള്ളിൽ അതേ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതിനാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ആദ്യം നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ആ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ ആ ഫംഗ്ഷനുള്ളിൽ തന്നെ കോൾ ചെയ്യുന്നു. അതിനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുക. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നത് ഒരു റിക്കേഴ്സ് എന്ന നെയിം ഉള്ള ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. അതിൽ കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇടയ്ക്ക് എവിടെയോ ഈ നെയിം തന്നെ വീണ്ടും കോൾ ചെയ്തിരിക്കുന്നു. അതിനെയാണ് റിക്കേഴ്സീവ് കോൾ എന്ന് പറയുന്നത്. ഇത് ഡെഫിനിഷനാണ്. എന്നിട്ട് പുറത്ത് പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷൻ നെയിം കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരും. ഫംഗ്ഷൻ ഡെഫിനിഷനുള്ളിൽ അത് ഉള്ളിലേക്ക് കയറും, സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും എന്ത് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരും, വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും കോൾ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരും. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റിപ്പറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ റിക്കേഴ്സീവായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇതിൻ്റെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് ചെയ്തതാണ്. ഇത് നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തു, ഫാക്ടോറിയൽ എന്നൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു, ഡോഗ് സ്ട്രിംഗ് കൊടുത്തു. ദിസ് ഈസ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ ഇൻറ്റിജർ. നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടോറിയൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. നെയിം, ഫംഗ്ഷന്റെ പേര് ഫാക്ടോറിയൽ എന്നാണ്. അപ്പോൾ അതിനുള്ളിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത് വെച്ചു. അത് ഒരു കണ്ടീഷൻ കൊടുത്തു. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം? 1 റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ എക്സ് ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എക്സ് മൈനസ് 1 റിട്ടേൺ ചെയ്യണം.
അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് എക്സ് മൈനസ് വൺ എന്നുള്ളത് ഇതൊരു ഫംഗ്ഷൻ കോൾ ആണ്. ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്തിരിക്കുകയാണ്, വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു റിക്കർസീവ് ഫംഗ്ഷൻ ആണ്. അതായത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ളിൽ വീണ്ടും ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തിരിക്കുന്നു. ഇതാണ് റിക്കർസീവ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് എ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ സ്റ്റോർ ആവുന്നു. പ്രിന്റ് ഫാക്ടോറിയൽ ഓഫ് നമ്പർ ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് എം. ഇവിടെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്, ഫാക്ടോറിയൽ ഓഫ് നമ്പർ. ഇവിടെ കോൾ ചെയ്യുമ്പോൾ അത് എങ്ങോട്ട് പോകും? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിടത്തേക്ക് പോകും. ഈ എൻ യുമിന്റെ വാല്യൂ എക്സിലേക്ക് സ്റ്റോർ ആവും. ഈ എക്സ് ആദ്യം 1 ആണോ നോക്കും. 1 ആണെങ്കിൽ നമ്മൾ 1 എന്നുള്ള വാല്യൂ പ്രിന്റ് ആവും. അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൽസ് ഈ 1 അല്ലെങ്കിൽ ആ വാല്യൂ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എക്സ് മൈനസ് 1 കോൾ ചെയ്തു. അപ്പോൾ എക്സ് മൈനസ് 1 ഇങ്ങോട്ട് വരും. ആ എക്സ് മൈനസ് 1 ആണോ നോക്കും. 1 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. 1 റിട്ടേൺ ചെയ്യുന്ന വെച്ചാൽ 1 ഇവിടേക്കാവും റിട്ടേൺ ആവുക. അപ്പോൾ എന്താവും? എക്സിന്റെ വാല്യൂ ഇൻറ്റു 1 പ്രിന്റ് ആവും. ഇവിടെ ഞാൻ 10 എന്ന് കൊടുത്തിട്ട് ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. എൻ്റർ എ നമ്പർ 10. ഫാക്ടോറിയൽ ഓഫ് 10 പ്രിന്റ് ആയിട്ടുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫാക്ടോറിയൽ ഓഫ് 3 കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് നമ്മൾ ഇത് ഫംഗ്ഷൻ കോൾ ആണ്. എക്സ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് 3. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? ഈ 3 എന്ന വാല്യൂ എന്നിലേക്ക് പോകും. എന്നിട്ട് n ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. ഇവിടെ അല്ല, ഇത് 3 ആണ്. n ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എൽസ് കണ്ടീഷനിലേക്ക് പോയിട്ട് റിട്ടേൺ എന്നിന്റെ വാല്യൂ 3 ആണ്. 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 എന്താ? ഫാക്ടോറിയൽ ഓഫ് 2. ഫാക്ടോറിയൽ ഓഫ് 2 ആണ്. അപ്പോൾ വീണ്ടും ഫാക്ടോറിയൽ ഫംഗ്ഷനിലേക്ക് പോയി, റിക്കർസീവ് ആയിട്ട് കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്. ഫാക്ടോറിയൽ ഓഫ് 2 റൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളിലേക്ക് കയറി n ഈക്വൽ ടു 1 ആണോ നോക്കും. അല്ല, 2 ആണ്. അപ്പോൾ റിട്ടേൺ 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. n മൈനസ് 1 എന്താണ്? n 2 ആണ്, n മൈനസ് 1 1 ആണ്. അപ്പോൾ വീണ്ടും ഫാക്ടോറിനുള്ളിലേക്ക് പോയി ഇവിടെ ഫാക്ടോറിയൽ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്തപ്പോൾ ഇപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 1 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളിലേക്ക് കയറി ഇഫ് n ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 1 റിട്ടേൺ ചെയ്തു. 1 എവിടേക്കാണ് റിട്ടേൺ ചെയ്തത്? ഫംഗ്ഷൻ കോൾ ചെയ്തിടത്തേക്ക്. ഫംഗ്ഷൻ എവിടെയാണ് കോൾ ചെയ്തത്? ഇവിടെയാണ്. ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. ഇതാണ് ഫാക്ടോറിയൽ ഓഫ് 1ൽ കോൾ ചെയ്തിടത്തേക്ക് ഈ 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താവും? 1 ആവും. ഈ ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1ന്റെ സ്ഥാനത്ത് 1 ആവും. 1 ഇൻറ്റു n. ഇവിടെ എന്നിന്റെ വാല്യൂ എന്താ? 2. 1 ഇൻറ്റു n എന്നുള്ളത് റിട്ടേൺ ആവും. എവിടേക്ക് റിട്ടേൺ ആവും? ഈ ഫാക്ടോറിയലിനെ കോൾ ചെയ്തിടത്തേക്ക്. അതെവിടെ കോൾ ചെയ്തത്? ഇവിടെ. ഇവിടേക്ക് 2 എന്നുള്ള വാല്യൂ റിട്ടേൺ ആവും. ഈ 2 ഇൻറ്റു 3 എന്നുള്ള വാല്യൂ എവിടേക്ക് റിട്ടേൺ ആവും? ഈ ഫംഗ്ഷനെ കോൾ ചെയ്തത്. ഈ ഫംഗ്ഷൻ എവിടെയാണ് കോൾ ചെയ്തത്? ഇവിടെ. 3 ഇൻറ്റു 2 എന്നുള്ള 6 എന്നുള്ളത് ഇവിടെ റിട്ടേൺ ആവും. അത് എക്സിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 3 എന്നുള്ളത് കണ്ടുപിടിച്ചു, 6 എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് എക്സിലേക്ക് സ്റ്റോർ ആയി. ഇങ്ങനെയാണ് ഒരു റിക്കർസീവ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഒരു ഫംഗ്ഷനുള്ളിൽ അതേ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. ഇത് ഈ ആരോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം പെട്ടെന്ന്. ഇത് മനസ്സിലായോ എല്ലാവർക്കും? റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ആദ്യം ഫംഗ്ഷൻ കോൾ ചെയ്യും, അത് കോൾ ചെയ്യുമ്പോൾ ഡെഫിനിഷനിലേക്ക് പോകും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ എവിടെയെങ്കിലും ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, വീണ്ടും കോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും ആ ഫംഗ്ഷനിലേക്ക് പോകും. അങ്ങനെ റിട്ടേൺ ചെയ്ത് ഈ റിക്കർസീവ് ഫംഗ്ഷൻ ഇൻഫിനിറ്റ് ലൂപ്പിൽ ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബേസ് കണ്ടീഷൻ കൊടുക്കണം. ഇവിടുത്തെ ബേസ് കണ്ടീഷനാണ് n ഈക്വൽ ടു 1. ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് വന്ന് എപ്പോഴെങ്കിലും ഈ ബേസ് കണ്ടീഷനിൽ ഹിറ്റ് ചെയ്തില്ലെങ്കിൽ, ഇവിടെ n ഈക്വൽ ടു 1 ഏതെങ്കിലും ഒരു കേസിൽ ആയില്ലെങ്കിൽ ഇത് റിക്കർസീവ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇൻഫിനിറ്റ് ലൂപ്പിൽ ഇങ്ങനെ പോകും, മെമ്മറി ഫുള്ളാകും, എന്നിട്ട് അത് ക്രാഷ് ചെയ്യും. ഇതിനെയാണ് ബേസ് കണ്ടീഷൻ കൊടുക്കുന്നത്. n ഈക്വൽ ടു 1 എന്നുള്ളൊരു ബേസ് കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വർക്കാവില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
എല്ലാവർക്കും മനസ്സിലായോ? റിക്കർസീവ് ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ റിക്കർസീവ് ഫംഗ്ഷൻ? ഇല്ല. ഇല്ലേ? ഇപ്പൊ മനസ്സിലായോ? കുറെയൊക്കെ ക്ലിയർ ആയി സർ, ഒന്നും കൂടി നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ആരോസ് ഫോളോ ചെയ്താൽ മതി. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ആരോ നോക്കണം. അതായത് ആദ്യം ഈ ആരോ ഇങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഞാൻ അടുത്ത ക്ലാസ് വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ബേസ് കണ്ടീഷൻ ഈ n=1 എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എറർ കാണിക്കും. അപ്പോൾ ഇതൊരു പ്രോഗ്രാമാണ്. അതുപോലെ ഡിഫൈൻ റിക്കേഴ്സറിൻ്റെ അകത്ത് ഒരു റിക്കേഴ്സർ വീണ്ടും വിളിച്ചിട്ടുണ്ട്, അതിനെ കോൾ ചെയ്തിട്ടുണ്ട്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എറർ കാണിക്കും. എറർ ഇതാണ്, മാക്സിമം റിക്കർഷൻ ഡെപ്ത് എക്സീഡഡ്. മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം സെറ്റ് ചെയ്തിരിക്കുന്ന 1000 ആണ്. 1000 തവണ ഇത് റിക്കർസീവ് ഫംഗ്ഷൻ ഇങ്ങനെ ലൂപ്പ് ചെയ്യുള്ളൂ. 1000-ൽ കൂടുതൽ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എറർ എന്ന് കാണിക്കും. അപ്പോൾ മാക്സിമം റിക്കർഷൻ ഡെപ്ത് എക്സീഡഡ് ആയി. ഇവിടെ ഒരു ബേസ് കണ്ടീഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, കൊടുത്തില്ലെങ്കിൽ ഇത് എറർ കാണിക്കും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഇതൊരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. എങ്കിലും പ്രോഗ്രാം വളരെ ചെറുതുമായിരിക്കും, അത് ക്ലീനും ആയിരിക്കും. പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും റിക്കർഷൻ ഉപയോഗിച്ചിട്ട്. ചില ഫോർ ലൂപ്പ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും അങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രോഗ്രാം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതിനെ റിക്കർഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. കോഡ് വളരെ ചെറുതായിരിക്കും, അതൊന്ന്. പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് റിക്കർഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് കുറച്ച് സ്റ്റെപ്സിൽ ചെയ്യാം. അതാണ് റിക്കർഷൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. റിക്കർഷൻ ആണെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതുപോലെ തന്നെ ഇത് ഇന്നെഫിഷ്യൻ്റ് ആണ്. ഇന്നെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് എഴുതുന്നതിൽ എഫിഷ്യൻ്റ് ആണ്. കോഡ് ഇപ്പോൾ എഴുതുന്നതിൻ്റെ ലെങ്ത് കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ മെമ്മറി വളരെ കൂടുതലായിരിക്കും. അതായത് ഈ ഒരു എക്സാമ്പിളിൽ തന്നെ ആദ്യം n=3 എന്ന് എടുത്തിട്ട് ഇവിടെ 3 × (n−1) എന്നെടുത്തു. അവിടെ ഈ n=3 എന്നുള്ള ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം ഇവിടേക്ക്. എന്നിട്ട് ഇത് കോൾ ചെയ്തിട്ട് ഇപ്പോൾ n2 ആയി. ഈ 2 എന്നുള്ള വാല്യൂ വേറൊരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ n-1 1 ആയി. ആ 1 ഇവിടെ എത്തി. 1 ഇവിടെ എത്തിക്കഴിയുമ്പോൾ മാത്രമേ ഇത് റിട്ടേൺ ആയിട്ട് 2 × 1, ഈ 2 സ്റ്റോർ ചെയ്ത് 2 വേണം അവിടെ. ഈ n=2 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ ഓഫ് 100 ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു 100 വാല്യൂസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. വലിയൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും മെമ്മറി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ റിക്കർസീവ് ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. കൂടുതൽ മെമ്മറിയും ടൈമും ഉപയോഗിക്കും. പിന്നെ ഇത് മനസ്സിലാക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. നമ്മളിപ്പോൾ ഇന്നലെ പ്രോഗ്രാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ എറർ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പറായിട്ട് പ്രിന്റ് ആവില്ല. അപ്പോൾ ഈ ഫോറിനെക്കാട്ടിലും കോംപ്ലക്സ് ആണ് ഈ റിക്കർസീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫിക്കൽറ്റി. ഇതിൻ്റെ ലോജിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ചില സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ ഇത് കൂടുതൽ മെമ്മറി ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. പക്ഷേ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിക്കർസീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതാൻ പറ്റും.
ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷൻ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. നമ്മൾ റെക്കർസീവ് ഫംഗ്ഷൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിളായിട്ട് ഈ ഫാക്ടോറിയൽ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഇത് വൺ വെയിറ്റിന് അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്താണ് റെക്കർസീവ് ഫംഗ്ഷൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതുക എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് നമ്പർ യൂസിങ് എ റെക്കർസീവ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലാതെ നമ്മൾ വേറെ പ്രോഗ്രാമിലൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ലോജിക്ക് ഇച്ചിരി കോംപ്ലക്സ് ആണ്. ഫാക്ടോറിയലിൻ്റെ കേസിൽ കുറച്ച് സിമ്പിളാണ്, പക്ഷേ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കോംപ്ലക്സ് ആവും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഈ സിമ്പിൾ പ്രോഗ്രാംസ്, സിമ്പിൾ ഫങ്ഷൻസ് എല്ലാ പ്രോഗ്രാമിലും ഉപയോഗിക്കുന്നതാണ്. ഫങ്ഷൻസ് ഉള്ളത് സാധാ ഫംഗ്ഷൻ ആണെങ്കിൽ സിമ്പിളാണ്. ഒരു ഡെഫിനേഷൻ, ഒരു നെയിം കൊടുക്കും, അതിനുള്ളിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും, ഫംഗ്ഷനെ കോൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് ഒന്നുകൂടെ ഒന്ന് നോക്കണം, പ്രത്യേകിച്ച് റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നാളെ നോക്കിക്കഴിഞ്ഞിട്ട് നാളെ ചോദിക്കാം. ഇപ്പോൾ 12 മണി കഴിഞ്ഞു, അതുകൊണ്ട്